ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ എല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? എല്ലാവരും കീ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു. നിമിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കുറേയൊക്കെ തന്നിട്ടുള്ളത്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാത്ത ടൈപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും കമന്റ് ചെയ്തേ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാവരും ചാറ്റ് ബോക്സിൽ വരിക, കമന്റ് ചെയ്യുക. എക്സാം എങ്ങനെ ഉണ്ടായി? നന്നായി ചെയ്യാൻ പറ്റിയോ? എവിടെ പോയി എല്ലാരും? യെസ് നീനയൊക്കെ പറയുന്നുണ്ട്. എളുപ്പമായിരുന്നോ എക്സാം? എത്ര പേർക്ക് എളുപ്പമായിരുന്നു? അതോ മോഡറേറ്റ് ആണോ? എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു അനുമാനം ഉണ്ടാവുമല്ലോ, എക്സാം എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എങ്ങനെ നിങ്ങൾക്ക് തോന്നി? സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങളും അങ്ങനെയാണോ പറയാ? കുഴപ്പമില്ല എന്നാണോ പറയണേ? അടിപൊളി എക്സാം എന്ന് പറയുന്നുണ്ട്. കുറെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലേ? നിമീന്ന് ഡയറക്റ്റ് കുറെ ക്വസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ 1-2 ക്വസ്റ്റ്യൻസ് പുതുതുണ്ട്. സിമ്പിൾ ആണ്, നോട്ട് ബാഡ്. അപ്പൊ ഒരുവിധം എല്ലാവർക്കും എക്സാമിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണുള്ളത് അല്ലെ? ആരും അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നില്ല. അത് തന്നെ നല്ല കാര്യം. അപ്പൊ നിങ്ങളെല്ലാവരും എക്സാം ഇല്ലാത്തവരുണ്ട്. അത് നല്ലതാണ്. എക്സാം ഇല്ലാത്ത ആൾക്കാർ ലൈവിൽ കയറുന്നത് നല്ലതാണ്. കാരണം ക്വസ്റ്റ്യൻസ്, പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാറ്റേണിൽ എന്ത് വ്യത്യാസം വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കട്ട് ഓഫിനെ പറ്റി ചോദിച്ചു തുടങ്ങി. ആദ്യം നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് കട്ട് ഓഫിനെ പറ്റിയിട്ട് ആലോചിക്കാം അല്ലേ? പ്രൊവിഷണൽ ആൻസർ ക്യൂ ഒക്കെ വന്ന് എല്ലാവരുടെയും മാർക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മിസ്? എന്നാല് ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്സാമിന്റെ സിലബസ് പ്രകാരം തന്നെയാണോ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് ആണ് ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിൽ തന്നെ ചില ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാലോ, കോമൺ ആയിട്ട് വരും. ഇപ്പം എസ്റ്റിമേഷനിലും സർവേയിലൊക്കെ കോമൺ ആയിട്ട് ഏരിയ കാൽക്കുലേഷൻ അങ്ങനത്തെയൊക്കെ വരും. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ചെറിയ നമ്പേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും സിലബസ് അവർ തന്നതുപോലെ തന്നെയാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മിസ്സേ? ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡ്രോയിങ്ങിൽ നിന്ന് 9 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചില ഭാഗമൊക്കെ നമ്മൾ സർവേയിങ്ങിലും പഠിക്കുന്നതാണ് ഡ്രോയിങ്ങിലത്തെ. അതുപോലെ സർവേയിങ്ങിൽ നിന്ന് നമുക്ക് 17 മാർക്കിനുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷന്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് 20 മാർക്ക്, സിലബസിൽ 20 തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് ബൈലോസ് എന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിമീനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അധികവും വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ എസ്റ്റിമേഷൻ, ഇത് രണ്ടും കൂടിയിട്ട് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓട്ടോ കാഡിൽ നിന്ന് നമുക്കൊരു 8 ചോദ്യമാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷന് 3 ചോദ്യങ്ങൾ, വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമുള്ള 3 ചോദ്യങ്ങൾ തന്നെയാണ് വർക്ക്ഷോപ്പ് സയൻസ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇറിഗേഷനും FM ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ബേസിക് FM-ന്റെ കാര്യങ്ങളും ഇറിഗേഷനും ഉണ്ടായിരുന്നു സിലബസിൽ. 15 മാർക്കാണ് അവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അപ്ലൈഡ് മെക്കാനിക്സ് നിന്ന് നമുക്കൊരു 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിലബസ് തന്നതുപോലെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷനും വന്നിട്ടുള്ളത്. പിന്നെ പ്രോബ്ലം ചോദിച്ചതാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട പ്രോബ്ലങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡിഫിക്കൽട്ടി ലെവൽ വളരെ കുറവാണ് പ്രോബ്ലത്തിന്റെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, the measurements from the scale to the drawing are transferred with the aid of. ഓക്കെ, നമുക്ക് ഡ്രോയിങ്ങിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ് അല്ലെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഡിവൈഡർ ഉണ്ട്, കോമ്പസ് ഉണ്ട്, പ്രൊട്രാക്ടർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡിവൈഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഡിവൈഡർ ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the magnetic bearing of the line is 63 degree 30 minutes and the magnetic declination is 3 degree 10 minutes east. The true bearing of the line will be. എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുലയാണ് അവിടെ വേണ്ടത്. ട്രൂ ബിയറിങ്ങും മാഗ്നറ്റിക് ബിയറിങ്ങും തമ്മിലുള്ള റിലേഷനാണ്. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ എന്നാണ് നമ്മൾ പഠിക്കാറ്. ഡിക്ലിനേഷൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈസ്റ്റേൺ ഡിക്ലിനേഷൻ ആണ് വരുന്നതെങ്കിൽ ആഡ് ചെയ്യണം. ഈസ്റ്റേൺ ഡിക്ലിനേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. അതേപോലെ വെസ്റ്റേൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ബിയറിംഗ്
മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഈസ്റ്റേൺ ഡിക്ലിനേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ട്രൂ ബിയറിംഗ് കിട്ടാൻ. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാഗ്നറ്റിക് ബിയറിംഗ് 63 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അതേപോലെ ഡിക്ലിനേഷൻ്റെ വാല്യൂ 3 ഡിഗ്രി 10 മിനിറ്റ് ആണ്. ആ സമയം രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 66 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ആൻസർ? എക്സാമിന് ചെയ്തപ്പോൾ ഒന്നുമില്ല, നമ്മൾ ട്രൂ ബിയറിങ്ങും മാഗ്നറ്റിക് ബിയറിങ്ങും തമ്മിലുള്ള ആ റിലേഷൻ പഠിച്ചാൽ മതി. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിങ്ങിനോട് ഡിക്ലിനേഷൻ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. അത് ഡയറക്ഷൻ നോക്കിയിട്ടാണ് അഡീഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈസ്റ്റേൺ ഡിക്ലിനേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈസ്റ്റേൺ ഡിക്ലിനേഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ പ്രയാസമില്ലല്ലോ. 63 ഡിഗ്രിയും 3 ഡിഗ്രിയും ആഡ് ചെയ്താൽ 66 വരും. അതേപോലെ മിനിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 40 മിനിറ്റ്സ് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/1500. അങ്ങനെയാണെങ്കിൽ സ്കെയിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 1/1500. അപ്പം നമുക്കറിയാം 1 സെന്റിമീറ്റർ ടു 15 സെന്റിമീറ്റർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 15 സെന്റിമീറ്റർ. 15 മീറ്റേഴ്സ് ആണ് കേട്ടോ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 15 മീറ്റർ ആവും അല്ലെ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ടി സ്ക്വയർ ഡ്രോയിങ്ങിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടി സ്ക്വയർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതും ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ ഈസ് ഓപ്ഷൻ എ ഡിജിറ്റൽ തിയോഡലൈറ്റ്, ഓപ്ഷൻ ബി ടാക്യോമീറ്റർ, ഓപ്ഷൻ സി ടെലിമീറ്റർ, ഓപ്ഷൻ ഡി ടോട്ടൽ സ്റ്റേഷൻ. കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് അതേപോലെ കോമ്പിനേഷൻ ഓഫ് ഇഡിഎമ്മും ടോട്ടൽ സ്റ്റേഷനും ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? ടോട്ടൽ സ്റ്റേഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് മീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ടോട്ടൽ സ്റ്റേഷൻ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊജക്ഷൻ ഓഫ് എ ട്രാവേഴ്സ് ലൈൻ ഓൺ എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ ഈസ് നോൺ ആസ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ലൈൻ, ഡിപ്പാർച്ചർ ഓഫ് ലൈൻ, ബിയറിംഗ് ഓഫ് ലൈൻ, കോർഡിനേറ്റ് ഓഫ് ലൈൻ. നമുക്ക് എന്തൊക്കെ അറിയാം? ലാറ്റിറ്റ്യൂഡും നമുക്കറിയാം, ഡിപ്പാർച്ചറും അറിയാം. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു മെറിഡിയൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പെർപെൻഡിക്കുലർ ടു മെറിഡിയൻ ആണെങ്കിൽ ഡിപ്പാർച്ചർ ഓഫ് ലൈൻ ആയിരിക്കും. അതേപോലെ തന്നെ പാരലൽ ടു മെറിഡിയൻ ആണെങ്കിൽ ആരാണ് വരിക? ലാറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. PSC ഫിറ്റിംഗ് ട്രേഡ്സ്മാൻ്റെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രേഡ്സ്മാൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് അഡോപ്റ്റഡ് ടു ഡിറ്റർമിൻ ദ ഡിഫറൻസ് ഓഫ് ലെവൽസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റ് അപ്പ് ദ ലെവൽ മിഡ് വേ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ 2 ലെവൽ ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് മിഡ് വേയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ലെവലിംഗ് യൂസ് ചെയ്യാം? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റെസിപ്രോക്കൽ ലെവലിംഗ് ഉണ്ട്, പ്രൊഫൈൽ ലെവലിംഗ്, പ്രിസൈസ് ലെവലിംഗ്, സിമ്പിൾ ലെവലിംഗ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. കറക്റ്റ് ഡെഫിനേഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ എ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തതൊരു പ്രോബ്ലം ആണ്. The backside reading on a benchmark of reduced level 100.00 is 2.450. If foresight reading on the point is 1.620, the reduced level of the point is. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, അതിന് പകരം ഫിഗർ നമുക്ക് വരച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. ബെഞ്ച് മാർക്കിലേക്കുള്ള റീഡിങ്, അതായത് റെഡ്യൂസ് ലെവൽ 100 ആയിട്ടുള്ള പോയിന്റിലേക്കുള്ള റീഡിങ് എത്രയാണ് തന്നിട്ടുള്ളത്? 2.450 ആണ്. അതേപോലെ നമ്മൾ ഒരു പോയിന്റിലേക്ക് നോക്കി, ആ പോയിന്റിൽ സ്റ്റാഫ് വെച്ചപ്പോൾ അവിടുത്തെ റീഡിങ് 1.620 ആയിരുന്നു. അതെന്ന് പറയുന്നത് ഫോർസൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് പോയിന്റ് എത്രയെന്നാണ് നമുക്ക് HI ആദ്യം കണ്ടുപിടിക്കാം. HI കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ, അതായത് 100 ആണ് ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? ബെഞ്ച് മാർക്കിലേക്കുള്ള ബാക്ക് സൈറ്റ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 2.540 ആഡ് ചെയ്യുക, അതായത് 102.450 മീറ്റേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് പോയിന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. റെഡ്യൂസ് ലെവൽ ഓഫ് പോയിന്റ് കിട്ടണമെങ്കിൽ HI എന്നുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? അവിടുത്തെ ഫോർസൈറ്റ് മൈനസ് ചെയ്യണം.
അപ്പോൾ എന്ത് വരും 102.450 മൈനസ് ഫോർസൈറ്റ് എന്ന് പറയുന്നത് 1.620 ആണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ 100.830 മീറ്റേഴ്സ് എന്ന് വരും. അതായത് ഓപ്ഷൻ സി വരും. ഒന്നുമില്ല, നമുക്കൊരു സ്റ്റാഫ് സ്റ്റേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ബാക്ക് സൈറ്റ് എടുക്കും. നമുക്ക് നോൺ റെഡ്യൂസ് ലെവലുള്ള ബാക്ക് സൈറ്റ് എടുക്കും, ആ പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് എടുക്കും. ആദ്യം നമ്മൾ HI ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. HI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് അതിനോട് നമ്മൾ ബാക്ക് സൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ HI കിട്ടും. ആ HIയിൽ നിന്നിട്ട് ഫോർസൈറ്റ് ഓഫ് പോയിന്റ് മൈനസ് ചെയ്യുക. നമ്മൾ ഏത് പോയിന്റിലേക്കാണോ നോക്കിയത് അതിന്റെ ഫോർസൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. അപ്പോൾ ഓക്കെ ആണല്ലോ. എൻലാർജ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്ലൈഡ് ആണോ എൻലാർജ് ചെയ്യേണ്ടത്, അതായത് ക്വസ്റ്റ്യൻ എൻലാർജ് ചെയ്യുമെന്നാണോ? ഓക്കെ, നോക്കാം നമുക്ക്. അടുത്തതും സർവേയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ക്യുമുലേറ്റീവ് എറർ ദാറ്റ് ഒക്കർ ഇൻ ചെയിനിങ് ആർ പ്രപ്പോർഷണൽ ടു. ക്യുമുലേറ്റീവ് എറർ എന്തിന് പ്രപ്പോർഷണൽ ആണ് എന്നാണ്, ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുക അല്ലെ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുന്നത് ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആയിട്ട് ആണ് നമ്മൾ പറയുക. സോ ഓപ്ഷൻ എ എൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എറർ ഇൻ മെഷേർഡ് ലെങ്ത് ഡ്യൂ ടു ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ. ചെയിൻ ഇൻകറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ നമ്മൾ ഏത് ടൈപ്പ് എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? ഏതൊക്കെയാണ് ഓപ്ഷൻസിൽ വരുന്നത്? ക്യുമുലേറ്റീവ് എറർ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ എറർ ഉണ്ട്, നെഗറ്റീവ് എറർ ഉണ്ട്. ഇതിൽ കൺഫ്യൂഷൻ വരിക എ ആണോ ബി ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരുന്നത്. സോ നമ്മൾ ഒരു ചെയിനിനെ ഇൻകറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറർ നമ്മൾ കോമ്പൻസേറ്റിംഗ് എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Dash is a locus of a point moving in a plane in such a way that the ratio of its distance from a fixed point and a fixed straight line. Option A ellipse, option B parabola, option C conic, option D curve. ഏതാണ്? നമ്മുടെ കോണിക്കിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി പല കോണിക് സെക്ഷൻസ് അതിൽ ഓപ്ഷനിലുണ്ട്. എലിപ്സും പരാബോളയൊക്കെ കോണിക് സെക്ഷൻ എക്സാമ്പിൾ ആണ്, അത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നിട്ട് ഒന്നുകൂടെ നമ്മുടെ ആൻസർ ക്രോസ് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ലൈൻ ഡ്രോൺ ടു റെപ്രസെന്റ് വിസിബിൾ എഡ്ജസ് ആൻഡ് സർഫസ് ബൗണ്ടറീസ് ഓഫ് ഒബ്ജെക്ട്സ് ആർ കോൾഡ്. ഓപ്ഷൻ എ എക്സ്റ്റൻഷൻ ലൈൻ, ഓപ്ഷൻ ബി മാർജിൻ ലൈൻ, ഓപ്ഷൻ സി ഔട്ട് ലൈൻ, ഓപ്ഷൻ ഡി ഹാച്ചിങ് ലൈൻ. ഏതാണ്? നമ്മൾ ബൗണ്ടറീസ് ഓഫ് ഒബ്ജെക്റ്റ് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ഔട്ട് ലൈൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡ്രോയിങ്ങിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇൻ ഡാഷ് ദ പ്രൊജക്ഷൻ വൺ പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ആൻഡ് ദ അതർ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് പ്രൊജക്ഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്ലിക് പ്രൊജക്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സർവേയിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. എ സീരീസ് ഓഫ് ക്ലോസ്ഡ് contour line on the map represents a dash if the higher values are inside. ഹയർ വാല്യൂസ് ഇൻസൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? ഒരു ഹില്ലിനെ ആണല്ലേ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെയും ഓപ്ഷൻ സി ഹിൽ എന്നുള്ളത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊന്നും ആരും തെറ്റിക്കരുത് കേട്ടോ. ഹില്ലും അതേപോലെ വാലി, ഡിപ്രഷനും അല്ലെങ്കിൽ പോണ്ട് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലേ മിസ്സേ. അതായത് ഹയർ വാല്യൂസ് ഇൻസൈഡ് ആണോ ഹയർ വാല്യൂസ് ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് സ്ഥിരം ചോദ്യമാണ്. ഇതൊന്നും ആരും തെറ്റിച്ചില്ല എന്ന് വിചാരിക്കണം കേട്ടോ. കോണ്ടോറിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളത്. ആ ഒരു സെറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടോർ അല്ലേ മിസ്. അപ്പൊ ഇനി അതും ആരും മിസ്സാക്കാണ്ട് പഠിക്കുക. എക്സാം എഴുതാണ്ട് ഡിസ്കഷന് വന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഒന്നും വിടാണ്ട് പഠിക്കുക കേട്ടോ. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും അത് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Dash is the distance between baseline according to B-type lowercase letters. Option A 14/10h, option B 2/14h, option C 10/10h, option D 7/14h. ഇത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ IS കോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ആൻസർ കീ വന്നതിന് ശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മളിതിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The plane of projection lies between the object and observer in third angle projection, fourth angle projection, first angle projection, second angle projection. ഏതാണ്? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്ജക്റ്റിനും ഒബ്സർവറിൻ്റെയും ഇടയിലാവുന്ന സമയത്ത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. ഹോൾ സർക്കിൾ ബിയറിങ്ങും റെഡ്യൂസ്ഡ് ബിയറിങ്ങും വെച്ചിട്ടുള്ള പ്രോബ്ലം.
When the whole circle bearing of two lines AB and AC are 115 and 41 degree respectively, then the included angle BAC will be. ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആംഗിൾസ് മാർക്ക് ചെയ്യണം. നമുക്കിതറിയാം, ക്വാഡ്രൻ്റ് ഒക്കെ മാർക്ക് ചെയ്തു. ഫസ്റ്റത്തെ ലൈൻ എ ബിയുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട്. അപ്പം നോർത്തിൽ നിന്നാണ് ആൻസർ അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടത്. നോർത്തിൽ നിന്ന് എ ബി എന്ന് പറയുന്നത് 115 ഡിഗ്രി ആണ്. അപ്പം ഇത്രയും വരും. അതായത് 0 to 90 ആണ് ഈസ്റ്റ് വരെ വരിക. 90 to 180 അടുത്ത ക്വാഡ്രൻ്റായി. അപ്പോൾ 115 ഇങ്ങനെ വരും. അതിനുശേഷം അടുത്ത ആൾ തന്നിട്ടുണ്ട് എ സി എന്ന് പറയുന്ന ലൈന് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെ വരും 41 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ ആണ്. ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ രണ്ട് ആംഗിളിൻ്റെയും ഡിഫറൻസ് ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ BAC എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്തെടുത്താൽ മതി. 115 ഡിഗ്രി മൈനസ് 41 ഡിഗ്രി എന്ന് വരും. അതായത് 74 ഡിഗ്രി. ഓപ്ഷൻ ബി. ഒന്നുമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതേ കാര്യം ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ഹോൾ സർക്കിൾ ബിയറിംഗ് രണ്ടെണ്ണത്തിൻ്റെയും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ, എ ബിയുടെയും എ സിയുടെയും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ വിട്ടു ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിമോട്ട് സെൻസിംഗ് ടെക്നിക് ആർ ബീങ് യൂസ്ഫുള്ളി എംപ്ലോയിഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഓപ്ഷൻ എ ഇംപ്രൂവിംഗ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ലാൻഡ് യൂസ്, ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെന്റ്, ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. ഏതാണ് വരിക? ഓൾ ദ എബോവ് അല്ലേ? റിമോട്ട് സെൻസിംഗ് വഴി നമുക്ക് നാച്ചുറൽ ഫീച്ചേഴ്സ് ഒക്കെ നാച്ചുറൽ ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇത് കറക്റ്റ് നമ്മുടെ ഡയമെൻഷനിങ്ങിൽ വരുന്ന ഒരു ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദിസ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻ ഈസ് പ്ലേസ്ഡ് perpendicular to the dimension line in such a way that it may be read from the bottom edge or right hand edge of the drawing sheet is called. ആ രീതിയിൽ നമ്മൾ ഡയമെൻഷനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡയമെൻഷനിങ്ങിനെ നമ്മൾ അലൈൻഡ് സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. അലൈൻഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കോണ്ടൂർ പറഞ്ഞ പോലെ തന്നെ ഇനി എക്സാമിന് പഠിക്കുന്ന ആൾക്കാർ ലെവലിംഗും കൂടെ പഠിച്ചിട്ട് പോവാം. ലെവലിംഗ് എന്നുള്ള സെയിം ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെയും തിയറി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കമന്റിൽ നമ്മൾ ഡയറക്ഷൻ എടുക്കുന്ന ചോദിച്ചിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർത്തിൽ നിന്നാണ് നമ്മൾ ആംഗിൾ എടുത്ത് തുടങ്ങേണ്ടത്. ഏത് കേസിലും ഇപ്പൊ നമ്മള് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നോർത്തിൽ നിന്നാണ് നമ്മുടെ ആംഗിൾ മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്. ഏത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ. റെഡ്യൂസ് ബിയറിംഗിൽ നമുക്ക് നോർത്തിൽ തന്നെ ആവണമെന്നില്ല. പക്ഷേ ഹോൾ സർക്കിൾ ബിയറിംഗിൽ നോർത്തിൽ നിന്നാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the 2-point and 3-point problems are typical case of option A radiation method, option B intersection method, option C traversing method, option D resection method. 2-point problem 3-point problem സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് റിസെക്ഷൻ്റെ ടൈപ്പ് ആണ്. അപ്പം ഓപ്ഷൻ ഡി വരും. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്തല്ലേ മിസ് ലെവലിംഗ്, കോണ്ടൂർ, പ്ലെയിൻ ടേബിൾ ഇതെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് പഠിക്കുക. All offsets which are not right angle to the main survey line according to direction are known as perpendicular offset, long offset, short offset, oblique offset. 90 ഡിഗ്രി അല്ലാത്ത ഏത് ഓഫ്സെറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഒബ്ലിക് ഓഫ്സെറ്റ് എന്ന് പറയും. 90 ഡിഗ്രി അല്ലാത്ത ഏത് ആംഗിൾ വന്നാലും ഒബ്ലിക് ഓഫ്സെറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 23rd ക്വസ്റ്റ്യൻ ആണ്. ഇൻ സർവേയിങ് ടെലസ്കോപ്പ് ക്രോസ് ഹെയേഴ്സ് ആർ ഫിക്സ്ഡ് ഇൻ. ഓക്കെ, ടെലസ്കോപ്പിൽ ക്രോസ് ഹെയേഴ്സ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൻറ്റർ ഓഫ് ടെലസ്കോപ്പ്, ഫ്രണ്ട് ഓഫ് ദി ഐ പീസ്, ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഐ പീസ്, ഫ്രണ്ട് ഓഫ് ദി ഒബ്ജക്റ്റീവ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഡംബി ലെവലിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡംബി ലെവലിൽ ക്രോസ് ഹെയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐ പീസിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അതായത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫ്രണ്ട് ഓഫ് ദി ഐ പീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് കോണ്ടോറിംഗ് സ്യൂട്ടബിൾ ഫോർ ലോങ് ആൻഡ് നാരോ സ്ട്രിപ്സ് ഓഫ് ലാൻഡ്. ലോങ് ആൻഡ് നാരോ സ്ട്രിപ്സ് ഓഫ് ലാൻഡിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോണ്ടോറിംഗ് മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സ്ക്വയർ മെത്തേഡ്, ടാക്യോമെട്രിക് മെത്തേഡ്,
ക്രോസ് സെക്ഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ക്രോസ് സെക്ഷൻ മെത്തേഡ് ആണ്. അടുത്ത ചോദ്യം 25th ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് സ്ലോപ്പ് ടു ദി ഹൊറിസോണ്ടൽ അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി, 45 ഡിഗ്രി, 75 ഡിഗ്രി, 30 ഡിഗ്രി. സോ ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് 75 ഡിഗ്രിയിൽ ആയിരിക്കും. Okay, dash is the edge of roof running between eaves and ridge. Option A verge, option B cleat, option C template, option D purlin. ഏതാണ്? verge തന്നെയല്ലേ? verge ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലീറ്റ് ആണെങ്കിൽ നമ്മൾ പർലിൻ സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാൻ കൊടുക്കുന്നതാണ്. ടെംപ്ലേറ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പർലിൻ എന്ന് പറയുന്നത് കോമൺ ഡ്രാഫ്റ്ററുകൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് വരിക. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്രാവശ്യത്തെ എക്സാമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലേ മിസ്? എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പ് ഓപ്ഷൻസ് കുറേ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയണമെന്നില്ല എക്സാമിന്. ഏതൊക്കെ വരില്ല എന്ന് അറിഞ്ഞാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, വോൾക്കാനിക് സോഴ്സ്, പ്ലൂട്ടോണിക് റോക്ക്. ഏതാണ്? നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് എപ്പോഴും കിട്ടുക നമുക്ക് വോൾക്കാനിക് റോക്കിൽ നിന്ന് അല്ലെങ്കിൽ വോൾക്കാനിക് സോഴ്സിൽ നിന്നാണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇത് മാച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. മാർബിൾ, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ലൈംസ്റ്റോൺ. അതിന്റെ യൂസസും തന്നിട്ടുണ്ട്. ഇതിൽ 2 കാര്യം അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. കാരണം നമുക്കറിയാം ലൈംസ്റ്റോൺ നമ്മൾ സിമെന്റിന്റെ മാനുഫാക്ചറിംഗിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ എന്തായാലും ഡി എന്ന് പറയുന്നത് 2 ആണെന്നുള്ള കാര്യം മനസ്സിലാവും. ദെൻ സ്ലേറ്റ് നമ്മൾ റൂഫിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ അതും എന്താണ്, സി എന്ന് പറയുന്നത് 1 ആണെന്ന് മനസ്സിലായി. സോ ഇവിടെ C1ഉം D2ഉം ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. അപ്പൊ ബാക്കി കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർബിൾ നമ്മൾ പറയാറുണ്ട് ഡെക്കറേറ്റീവ് വർക്കുകൾക്കാണ് യൂസ് ചെയ്യാറെന്നുള്ളത്. സോ A4ഉം ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസുകളിലുമാണ് വരിക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ പാറ്റേണുകൾ മാറി തുടങ്ങി. 4 ഓപ്ഷൻ ആൻസർ എന്നതെന്ന് മാറിയിട്ട് മാച്ച് ദ ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്കൊക്കെ നമ്മുടെ എക്സാം മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ വെറുതെ 4 ആൻസർ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ തിയറി അറിഞ്ഞ് എല്ലാ പോയിന്റ്സും അറിഞ്ഞ് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകേണ്ടതായിട്ട് വരും. ഇതൊരു SSC പാറ്റേണിലേക്ക് വന്നുല്ലേ മിസ്? SSCന്റെ പാറ്റേണിലാണ് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റും അറിയണം കറക്റ്റ് ആയിട്ട് അല്ലേ? 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെന്റേ അറിയുള്ളെങ്കിൽ ബാക്കി 2 ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നമുക്ക് ആൻസറിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് മാച്ച് ദ ഫോളോയിങ്ങും. നമുക്കൊരു ചാൻസ് എടുക്കാം. അതായത് ഇപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും 2 അറിഞ്ഞ ആൻസറിലേക്ക് എത്തായിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന എക്സാമിന് എല്ലാവരും എന്ത് ചെയ്യുക, തറവായിട്ട് പഠിച്ചു പോവുക. പിന്നെ SSCന്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ നിമി കൂടാതെ SSCയുടെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ദ വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് വെയിങ് 50 kg. അതായത് ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതെല്ലാവർക്കും അറിയാം, 0.034 മീറ്റർ ക്യൂബ് ആണ് വോളിയം വരിക. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അടുത്തത്, അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ഈസ് ഡൺ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി, 5 ഡിഗ്രി. അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതും എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം എയർ. എയറിൽ നിന്ന് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെ നമ്മൾ ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്നാണ് വിളിക്കുക. ഹൈഗ്രോസ്കോപ്പിസിറ്റി. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വിച്ച് ടൈപ്പ് ഓഫ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32 ആണ്. Which type of scaffolding is most suitable if the construction work is to be carried out in the upper floor? Upper ഫ്ലോർസിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്നേ സ്കാഫോൾഡിങ് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നീഡിൽ സ്കാഫോൾഡിങ് അല്ലെങ്കിൽ കാന്റിലിവർ സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ സസ്പെൻഡഡ് സ്കാഫോൾഡിങ് ആയിട്ട് ചിലർക്ക് ഡൗട്ട് വരാം. നമ്മൾ അത് കൂടുതൽ ഫിനിഷിംഗ് വർക്കുകൾക്കാണ്, അതുപോലെ അങ്ങനത്തെ പെയിന്റിങ്, വൈറ്റ് വാഷിംഗ് പോലെയുള്ള വർക്കുകൾക്കാണ് അധികവും സസ്പെൻഡഡ് സ്കാഫോൾഡിങ് ചെയ്യുക. നമുക്ക് അപ്പർ ഫ്ലോറുകളുടെ കൺസ്ട്രക്ഷൻ ആണ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നീഡിൽ സ്കാഫോൾഡിംഗ് ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, ഇത് കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ് ഇത് ചോദിക്കുന്നത്. എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ഹാവ് എ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് 0.7 Newton/mm², 10.2 Newton/mm², 12.5 Newton/mm², 14 Newton/mm². സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ 10.2 Newton/mm² ആണ്. അടുത്ത ഇത് സ്ഥിരം നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് ബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കണം എന്ന് പറയുന്നതാണ്. സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് പഠിക്കാം. ബ്രിക്ക് എത്ര ചോദിച്ചാലും PSCക്ക് മടുക്കാത്തൊരു സെറ്റാണ് കേട്ടോ, ബ്രിക്കും ടിമ്പറൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് spreading and working on mortar or slurry over the stone to fill up their joint is known as grouting, quarries, template, molding. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻ അറിയില്ലെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും ഏതൊക്കെ വരില്ല എന്ന് നോക്കാം. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ക്വാറീസ് എന്തായാലും വരില്ല, രണ്ടാമത്തെ ടെംപ്ലേറ്റും വരാൻ സാധ്യതയില്ല, മോൾഡിങ്ങും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഏത് തന്നെ വരുള്ളൂ? ഗ്രൗട്ടിംഗ് മാത്രമേ വരുള്ളൂ. ഗ്രൗട്ടിംഗ് എന്നുള്ള ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അടുത്തത് CTയിൽ നിന്ന് അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ഇൻ വിച്ച് ഗ്യാസ് ഓർ എയർ ബബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പ്ലാസ്റ്റിക് സിമെന്റ് മോട്ടാർ മിക്സ് ടു പ്രൊഡ്യൂസ് എ മെറ്റീരിയൽ വിത്ത് സ്ട്രക്ചർ? ഓപ്ഷൻ എ റെഡി മിക്സ് കോൺക്രീറ്റ്, ഓപ്ഷൻ ബി സെല്ലുലാർ കോൺക്രീറ്റ്, ഓപ്ഷൻ സി നോ ഫയർ കോൺക്രീറ്റ്, ഓപ്ഷൻ ഡി ഹെവി വെയ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും റെഡി മിക്സ് വരില്ല, നോ ഫയർ വരില്ല, ഹെവി വെയ്റ്റ് എയർ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്തായാലും ഹെവി വെയ്റ്റും വരില്ലല്ലോ. എയർ ബബിൾസിൽ അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് ആവുക. അപ്പം നമുക്ക് സെല്ലുലാർ കോൺക്രീറ്റ് എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി മിക്സ് എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം. നോ ഫയറും ഹെവി വെയ്റ്റും വരില്ല. ഹെവി വെയ്റ്റ് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഹെവി വെയ്റ്റ് ആവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ റെമഡി ഫോർ ദ അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് സബ്സോയിൽ? സബ്സോയിലിന്റെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സോയിലിന്റെ അൺഈക്വൽ സെറ്റിൽമെന്റ് കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാറുണ്ട്. സോ അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. സോ പ്രൊവൈഡ് സഫിഷ്യന്റ് വൈറ്റ് ബേസ്, പ്രൊവൈഡ് ഡ്രൈവ് പൈൽസ് അപ് ടു ദ ഹാർഡ് സ്ട്രാറ്റ, ഫൗണ്ടേഷൻ ഷുഡ് ബി റെസ്റ്റ് ഓൺ റിജിഡ് സ്ട്രാറ്റ, കൺസ്ട്രക്ട് റിട്ടൈനിങ് വോൾ ടു പ്രിവെന്റ് ദ എസ്കേപ്പ് ഓഫ് എർത്ത്. ഇവിടെ നമുക്ക് ഈ ഒരു സോയിലിന്റെ സെറ്റിൽമെന്റ് പ്രിവെന്റ് ചെയ്യാൻ, സബ്സോയിലിന്റെ സെറ്റിൽമെന്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം ഫൗണ്ടേഷൻ ഷുഡ് റെസ്റ്റ് ഓൺ റിജിഡ് സ്ട്രാറ്റ. ഒരു റിജിഡ് സ്ട്രാറ്റയിൽ, ഒരു ഹാർഡ് സ്ട്രാറ്റത്തിൽ നമ്മുടെ ഫൗണ്ടേഷനെ റെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ next question. A paste formed by the addition of water to the mixture composed of an aggregate such as sand and a matrix or binding material like lime or cement scald. അപ്പോൾ ഇതെന്താ? മോട്ടാർ ആണ്. നമുക്കറിയാം മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബൈൻഡിങ് മെറ്റീരിയലും എഗ്രിഗേറ്റും വാട്ടറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യണതാണ്. അവിടെ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ലൈം ആണെങ്കിൽ നമ്മൾ അതിനെ ലൈം മോട്ടാർ എന്ന് വിളിക്കും, സിമെന്റ് ആണെങ്കിൽ അതിനെ സിമെന്റ് മോട്ടാർ എന്ന് പറയും. ഇവിടെ ലൈം എന്നും ലൈമോ സിമെന്റോ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനെ കോമൺ ആയിട്ട് എന്ത് വിളിക്കാം? മോട്ടാർ എന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സിമെന്റ് മോട്ടാർ, ലൈം മോട്ടാർ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്താ, ഇതിൽ ഈ സിമെന്റ് ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ ലൈം കാണില്ല. അപ്പൊ സിമെന്റ് കണ്ടിട്ട് ലൈം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പോയിട്ട് സിമെന്റ് മോട്ടാർ കുത്തും, അതേപോലെ സിമെന്റ് കണ്ടിട്ടില്ലെങ്കിൽ ലൈം മോട്ടാർ കുത്തും. അപ്പൊ നമ്മൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ടും വായിക്കണം എന്നുള്ളത് ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Dash are horizontal elements of a building structure which divide the building into different levels for the purpose of creating more accommodation. Option A plinth, option B plinth course, option C flooring, option D floor. ഏതാണ്? നമ്മൾ ഒരു ബിൽഡിങ്ങിനെ ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് വിവിധ ഫ്ലോറുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഫ്ലോർ തന്നെയാണ്. ഹൊറിസോണ്ടൽ എലമെൻ്റ് ആണ് ഫ്ലോർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബിൽഡിങ്ങിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദീസ് ആർ കോസ്ഡ് ബൈ റപ്ചർ ഓഫ് ടിഷ്യൂസ് ഇൻ സർക്കുലർ ഡയറക്ഷൻ which forms ring-shaped curved cracks in trees. Option A ring shake, option B cup shake, option C heart shake, option D radial shake.
ഇതും PSC ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷേക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റിൽ നിന്നുള്ള ചോദ്യം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർക്കുലർ ഡയറക്ഷനിൽ ഒരു റിംഗ് ആയിട്ട് ടിഷ്യൂസിന് റപ്ചർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഏതാണ്? റിംഗ് ഷേക്ക് ആണ്. അത് തന്നെ അവിടങ്ങളിലാണെങ്കിൽ നമുക്ക് കപ്പ് ഷേക്ക് എന്ന് പറയാം. ഒരു റിംഗ് മുഴുവൻ ഇല്ലെങ്കിൽ കപ്പ് ഷേക്ക് ആണ്. ഹാർട്ട് ഷേക്കും റേഡിയൽ ഷേക്കും ഒക്കെ നമ്മൾ ഔട്ടർ സൈഡിൽ നിന്നും ഇന്നർ സൈഡിൽ നിന്നും ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഈ ടൈപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ഷേക്ക്, അതുപോലെ തന്നെ റിംഗ് ഷേക്ക്, കപ്പ് ഷേക്ക് ഒക്കെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ടൈൽ? ടൈലുകളിൽ പൊതുവായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമ്മൾ ലാബുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാബുകളിൽ ടൈലിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇമ്പാക്റ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഡയമെൻഷൻ ടെസ്റ്റും ചെയ്യാറുണ്ട്. 3 ടെസ്റ്റുകളാണ് നമ്മൾ പൊതുവായിട്ട് ചെയ്യാറുള്ളത്. സോ 1, 2 and 3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the horizontal wooden or steel members laid on the principal rafter on wall to wall to support common rafter of a floor of a roof are known as പേർലിൻ, ക്ലീച്ച്, ബാറ്റൺ, വാൾ പ്ലേറ്റ്. ഏതാണ്? പേർലിൻ തന്നെയാണ്. പേർലിൻ്റെ ഡെഫിനിഷൻ ആണത്. ഓപ്ഷൻ A പേർലിൻ ആണ്. അടുത്ത ക്വസ്റ്റിനും നമ്മുടെ ഡിഫക്റ്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫക്റ്റിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനായി, ദ പോർഷൻ from which branch is removed receives nourishment from the stem for a pretty long time and ultimately result in the formation of dark rings is called. ഓപ്ഷൻ A നോട്ട്, ഓപ്ഷൻ B ഷേക്ക്, ഓപ്ഷൻ C പിത്ത്, ഓപ്ഷൻ D ബാർക്ക്. ഇതൊന്നും ആൻസറിലേക്ക് എത്താൻ എളുപ്പമാണ്. കാരണം ഇതൊരു നാച്ചുറൽ കോസസ് കൊണ്ടുള്ള ഡിഫക്ട്സ് നമ്മളങ്ങനെ പല ടൈപ്പിൽ പഠിക്കുന്നുണ്ടല്ലോ. ഡിഫക്ട് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഡിഫക്ട് ഡ്യൂ ടു സീസൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ പിത്തും ബാർക്കും എന്തായാലും പാർട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഷേക്ക് എന്ന് വെച്ചാൽ ക്രാക്സ് ഫോം ചെയ്യുന്നതാണ് ഷേക്ക്. അപ്പോൾ അതും എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ A നോട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, dash is defined as a structure which is sunk through ground or water to exclude the water and semi-fluid material during the process of excavation of foundation and which subsequently become as integral part of the substructure. Box caisson, open caisson, coffer dam, caisson. ആരാണ്? caisson അല്ലേ? ഓപ്ഷൻ D കേസൺ ആണ്. അതായത് കേസന്റെ ഡെഫിനേഷൻ ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. കേസൺ നമ്മൾ ടൈപ്പിൽ പഠിക്കണതാണ്. ബോക്സ് കേസൺ, ഓപ്പൺ കേസൺ, ന്യൂമാറ്റിക് കേസൺ. ഒരു കേസണെ നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട്, ആ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഓപ്ഷൻ ആയിട്ട് എടുക്കാം? കേസൺ ആണ് ആൻസർ എന്ന് പറയുന്നത് എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാങ്കൈൻസ് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലേ. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്? റാങ്കൈൻസ് ഫോർമുല നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗിൾ സ്കാഫോൾഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ബ്രിക്ക് വർക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്കാഫോൾഡിംഗ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സിംഗിൾ സ്കാഫോൾഡിംഗ് നമ്മൾ ബ്രിക്ക് ലെയർ സ്കാഫോൾഡിംഗ് എന്ന് കൂടി അതിനെ വിളിക്കാറുണ്ട് അല്ലെ. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത്, കൺസിസ്റ്റ് ഓഫ് സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് അബൌട്ട് 2 meter ഫ്രം ദ വോൾ. വോളിൽ നിന്ന് 2 meter ഡിസ്റ്റൻസിലല്ല സിംഗിൾ സ്കാഫോൾഡിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, റേക്കേഴ്സ് ആൻഡ് ക്രോസ് ബ്രേസസ് മേ ബി പ്രൊവൈഡഡ് ടു മേക്ക് ദ സ്കാഫോൾഡിംഗ് മോർ സ്ട്രോങ്. നമ്മൾ എല്ലാ സ്കാഫോൾഡിങ്ങിന്റെയും കമ്പണൻസ് പഠിച്ചതാണ്. അപ്പോൾ ഒരു സ്കാഫോൾഡിങ്ങിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേക്കേഴ്സും ബ്രേസിങ്ങുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. 1ഉം അതുപോലെ 3യുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ D ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫോർ എ വില്ലേജ് റോഡ് ബിൽഡിംഗ് ലൈൻ? ഓപ്ഷൻ A 9 meters, ഓപ്ഷൻ B 9.5 meters, ഓപ്ഷൻ C 15 meters, ഓപ്ഷൻ D 30 meters. ഇത് നിമിയിൽ ഒരു ടേബിൾ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ 9 meters ആണ്. നിമിയത്തെ ടേബിളിൽ നിന്ന് അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. For an industrial area, how much will be the covered area with respect to the site area? ഇതും നിമിയിലുള്ളത് തന്നെയാണ്. ഓപ്ഷൻ A 50% ഓഫ് സൈറ്റ് ഏരിയ, ഓപ്ഷൻ B 55% ഓഫ് സൈറ്റ് ഏരിയ, ഓപ്ഷൻ C 60% ഓഫ് സൈറ്റ് ഏരിയ ആൻഡ് ഓപ്ഷൻ D 65% ഓഫ് സൈറ്റ് ഏരിയ. ആരാണ് വരിക? ഓപ്ഷൻ C 60% ഓഫ് സൈറ്റ് ഏരിയ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് കംസ് ഇൻ ഗ്രൂപ്പ് H? ഓപ്ഷൻ A ഹസാർഡസ്, ഓപ്ഷൻ B ഇൻഡസ്ട്രിയൽ, ഓപ്ഷൻ C സ്റ്റോറേജ്, ഓപ്ഷൻ D ബിസിനസ്. ആരാണ് ഗ്രൂപ്പ് Hൽ വരിക? സ്റ്റോറേജ് ആണ് ഗ്രൂപ്പ് Hൽ വരിക.
അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് അല്ലേ മിസ് ബിൽഡിംഗ് ബൈലോസ് എന്ന് ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ കാർപ്പറ്റ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്? ഒരു ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയ നമ്മൾ പറയാറുണ്ട് അല്ലെ, യൂസബിൾ ആയിട്ടുള്ള ഏരിയയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് നമ്മൾ പറയാറുള്ളത്. അവിടെ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല? സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, അതുപോലെ വോള് പോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ നമ്മുടെ നിമിയിലുള്ള ബൈലോസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കെയിൽ ഓഫ് കീ പ്ലാൻ? കീ പ്ലാനിന്റെ സ്കെയിൽ നമ്മുടെ കോഡുകളിൽ KMBRലും അതുപോലെ NBSലും പറയുന്ന കാര്യമാണ്. നോട്ട് ലെസ് ദാൻ 1:10,000 ആണ് നമ്മൾ പറയാം. കീ പ്ലാൻ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട സ്കെയിൽ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 1:10,000 എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർമിസിബിൾ FAR, അതായത് ഫ്ലോർ ഏരിയ റേഷ്യോ ഓഫ് മെർക്കൻഡൈൽ ബിൽഡിംഗ്? ഓപ്ഷൻ എ 1.5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1.2, ഓപ്ഷൻ ഡി 0.7. ഇതും നിമിയിലുള്ള ടേബിൾ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ഈ സെൻറ്റൻസ് ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നിമിയിൽ അതേ സെൻറ്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആക്കി തന്നിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ റേറ്റ് ഓഫ് എർത്ത് വർക്ക് ഫോർ എ 30 meter ലീഡ്? അത് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്ര ലീഡിനും എത്ര ലിഫ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ കോസ്റ്റ് പറയാന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വായിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഓപ്ഷൻ എ 1.5 meter ലിഫ്റ്റ്, ഓപ്ഷൻ ബി 1.8 meter ലിഫ്റ്റ്, ഓപ്ഷൻ സി 1.6 meter ലിഫ്റ്റ്, ഓപ്ഷൻ ഡി 2 meter ലിഫ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? 1.5 meter ലിഫ്റ്റ് ആണ്. 30 meter ലീഡും 1.5 meter ലിഫ്റ്റിനുമാണ് നമ്മളെപ്പോഴും എന്താ പറയുക റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇതും PSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇനി നോട്ട് ചെയ്ത് വെക്കുക. ഒരേ തവണ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതിൽ പെട്ട ഒരു കാറ്റഗറിയാണിത്, ലീഡും ലിഫ്റ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും നിമിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. എസ്റ്റിമേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടേബിളിൽ നിന്നുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS ഫോർ എർത്ത് വർക്ക് ഓഫ് എർത്ത് ഫില്ലിംഗ് ഇൻ പ്ലിന്ത്. എർത്ത് ഫില്ലിംഗ് ഇൻ പ്ലിന്ത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്. ക്യൂബിക് മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ആ ഒരു ടേബിൾ ആർക്കോളം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് എസ്റ്റിമേറ്റ് ഈസ് കോൾഡ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഏത് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക? നമ്മൾ പല ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റുകൾ പഠിക്കാറുണ്ട് അല്ലേ. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ട്. അതിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഏരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്ലിന്ത് ഏരിയ? സപ്പോർട്ടഡ് പോർച്ച്, ബാൽക്കണി, കാൻഡിലിവർ പ്രൊജക്ഷൻ, കോർട്ട്യാർഡ്. നിമിയിൽ പ്രത്യേകം ഒരു ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാർ ബാൽക്കണീസ് വരില്ല, കാൻഡിലിവർ വരില്ല, കാൻഡിലിവർ പ്രൊജക്ഷൻസ് വരില്ല, കോർട്ട്യാർഡ് ഒന്നും ഒരിക്കലും പ്ലിന്ത് ഏരിയയിൽ കൂട്ടാൻ പാടില്ല എന്ന് നിമിയിൽ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആരാണ്? സപ്പോർട്ടഡ് പോർച്ചസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ഹൗ മച്ച് ക്യൂബിക് മീറ്റർ ഈസ് ഈക്വൽ ടു 1 bag ഓഫ് സിമെന്റ്? ഓപ്ഷൻ എ 0.4 cubic meters, ഓപ്ഷൻ ബി 0.034 cubic meters, ഓപ്ഷൻ സി 0.34 cubic meters, ഓപ്ഷൻ ഡി 0.00344 cubic meter. അപ്പോൾ അതായതാണ് കറക്റ്റ് ആൻസർ. 0.034 cubic meters ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The percentage of horizontal circulation area of a building is? Option A 4 to 5% of plinth area, option B 5 to 7% of plinth area, option C 7 to 10% of plinth area, and option D 10 to 15% of plinth area. ഇതും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു ബിൽഡിങ്ങിൽ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ പ്ലിന്ത് ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 58th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് അയൺ വർക്കിംഗ് ട്രസ്? അപ്പോൾ ഈ ഒരു പേയ്മെന്റ് യൂണിറ്റുകൾ നമ്മുടെ നിമിയിൽ ഒരു ടേബിളിന്റെ ഫോമാറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ടേബിളിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അയൺ വർക്കിംഗ് ട്രസ്സിൽ എത്രയാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് വരുന്നത് എന്നാണ്. സോ നമ്മൾ പറയുന്നത് പെർ ക്വിന്റലിലായിരിക്കും കേട്ടോ. പെർ ക്വിന്റൽ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ജോബ് ഓവർ ഹെഡ്? അപ്പൊ നമ്മൾ നിമി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച്
കാര്യങ്ങളും പിന്നീട് ജോബ് ഓവർ ഹെഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് നമ്മൾ ജോബ് ഓവർ ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, റെന്റ് ആൻഡ് ടാക്സസ് ആൻഡ് ടെലഫോൺ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് ആണ്. 60th question. How much volume of dry material is required to prepare 1 cubic meter of wet concrete? ഇത് നിമിയിലുള്ള അതേ സെന്റൻസ് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1.52 cubic meter to 1.54 cubic meter എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈഫ് ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോട്ടാർ ഈസ് ഓപ്ഷൻ എ 25 years, ഓപ്ഷൻ ബി 80 years, ഓപ്ഷൻ സി 60 years, ഓപ്ഷൻ ഡി 100 years. ഏതാണ് ലൈഫ് ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോട്ടാർ? അതും ടേബിൾ ആയിട്ട് തന്നെയാണ്. നമ്മൾ നിമി ഫുൾ, ഇനി അടുത്ത എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ നിമി ഫുൾ ആയിട്ടൊന്ന് വായിച്ച് പഠിച്ചു പോകാം കേട്ടോ. നിമിയിലുള്ള ടേബിൾ എന്നുള്ള വാല്യൂ ആണ് ഇതും. 100 years ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഓരോ ടൈപ്പ് ബിൽഡിങ്ങിനും ഓരോ ടൈപ്പ് മെറ്റീരിയലിനും നിമിയിൽ സ്പെസിഫിക്കലി എത്രയാണ് ലൈഫ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സാമിന് പോകുമ്പോൾ ആ ടേബിൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവാം. 62 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. What is the net scrap value at the end of utility period of a building? Option A 10%, option B 5%, option C 8%, option D 3%. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ? നമ്മൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റോ എടുക്കുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ജനറലി 10% ആയിട്ടാണ് പറയുക. ഓപ്ഷൻ എ ആണ്. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽഡ്. കുറേ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ, ഒരുപാട് പ്രാവശ്യമായി വരുന്നു. സാൽവേജ് വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഔട്ട് ഗോയിങ്. ഇതിൽ ഔട്ട് ഗോയിങ്ങിൽ ഉൾപ്പെടുത്താത്തത് ഏതെന്നാണ് ചോദ്യം. നമ്മൾ സിങ്കിങ് ഫണ്ട് ആണെങ്കിലും ലോസ് ഓഫ് റെന്റ് ആണെങ്കിലും ടാക്സസ് ആണെങ്കിലും നമ്മൾ ഔട്ട് ഗോയിങ്ങിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ ആൻസർ ആയിട്ട് വരിക നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് ആൻസർ ആയിട്ട്. ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ ആണ് നിമിയിൽ എന്ന് പറയുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയലിന്റെ ഹെഡിങ് ഒന്ന് നോക്കുക. ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ ഓവർ ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാരൊന്നും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ പോയിന്റ് ഉണ്ട്, ഫുൾ ആയിട്ട് നോക്കാം കേട്ടോ. നോട്ടാണോ ഇൻക്ലൂഡഡ് ആണോ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. The value of property or structure become less by its becoming out of date in style, in structure, design, etc. are termed as obsolescence, depreciation, years purchase, annuity. ഏതാണ്? നമ്മൾക്ക് എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി പോവുക, സ്റ്റൈലൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ പുതിയ രീതിയിലല്ല കൺസ്ട്രക്ഷൻ എങ്കിൽ നമ്മളെ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. അതിന് നമ്മൾ ഒബ്സോളസൻസ് എന്നാണ് പറയുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് മോഡൽ മാറുക. നമ്മൾ 5 വർഷം മുന്നേ കെട്ടിയ വീടിൻ്റെ അതേ മോഡൽ ഇപ്പോൾ അതായിരിക്കില്ലല്ലോ, ഇപ്പോൾ പുതിയ മോഡലുകളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറച്ച് കുറയും. അതിനെയാണ് നമ്മൾ ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പാർട്ട് ഓഫ് വാട്ടർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദ പോറസ് സ്പേസ് ഓഫ് ദ സോയിൽ ബൈ മോളിക്കുലർ അട്രാക്ഷൻ ഈസ് നോൺ ആസ് കാപ്പിലറി വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, ഗ്രാവിറ്റേഷണൽ വാട്ടർ, നൺ ഓഫ് ദി അബോവ്. ആരാണ്? കാപ്പിലറി വാട്ടർ ആണ് കറക്റ്റ് ആൻസർ. അതും ഇറിഗേഷൻ, നിമിയിൽ ഇറിഗേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് തന്നെയാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഡ്യൂട്ടി ഓഫ് കനാൽ വാട്ടർ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ. ഡ്യൂട്ടി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്നതാണ് അല്ലെ, ഹെക്ടർ പെർ ക്യൂമിക് എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ ഡ്യൂട്ടീനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറിഗേഷനിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ദെൻ the first watering which is given to a crop when it is grown up to a few centimeter. ഇതെല്ലാവർക്കും പാലിയോ ഇറിഗേഷൻ ആണോ കോർ വാട്ടറിംഗ് ആണോ എന്ന് തമ്മിൽ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് when it's grown up to few centimeter ഗ്രോൺ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന വാട്ടറിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ്? കോർ വാട്ടറിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then അടുത്ത ചോദ്യം. Which of the following irrigation is suitable for sugarcane and tobacco? sugarcane, tobacco പോലെയുള്ള ടൈപ്പ് ഓഫ് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഫറോ ഇറിഗേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ഡിസ്ചാർജ് ടു ഫുൾ കപ്പാസിറ്റി ഡിസ്ചാർജ് ഈസ് ടൈം ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ, ബേസ് ഫാക്ടർ, ക്രോപ്പ് റേഷ്യോ. ഏതാണ്? കപ്പാസിറ്റി ഫാക്ടറിന്റെ ഡെഫിനിഷൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി കപ്പാസിറ്റി ഫാക്ടർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റിസർവോയർ ബിലോ ദ മിനിമം പൂൾ ലെവൽ ഈസ്. ഓപ്ഷൻ എ ഡെഡ് സ്റ്റോറേജ്, ഓപ്ഷൻ ബി യൂസ്ഫുൾ സ്റ്റോറേജ്, ഓപ്ഷൻ സി വാലി സ്റ്റോറേജ്, ഓപ്ഷൻ ഡി സർചാർജ് സ്റ്റോറേജ്. ആരാണ്?
നമ്മളെ മിനിമം പൂൾ ലെവലിനും താഴെയുള്ളത് ഡെഡ് സ്റ്റോറേജ് ആണ്. ഓപ്ഷൻ എ ഡെഡ് സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് വൺ, yield ഓഫ് എ റിസർവോയർ റെപ്രസെന്റ്സ്. yield എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ ദ ഇൻഫ്ലോ ഇൻ ടു ദ റിസർവോയർ, ദ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ, ദ ഔട്ട്ഫ്ലോ ഡിമാൻഡ് ഓൺ ദ റിസർവോയർ ആൻഡ് ദ ഒപ്റ്റിമം വാല്യൂ ഓഫ് ക്യാച്ച്മെന്റ് yield. അപ്പോൾ ഒരു റിസർവോയറിന്റെ yield എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ഡിമാൻഡ് ഓൺ ദ റിസർവോയർ ആണ് ആൻസർ ആയിട്ട് വരിക. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതെല്ലാം നിമിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഡിപ്രിസിയേഷൻ ഔട്ട് ഗോയിങ് അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ട് ഗോയിങ്ങിൽ ഡിപ്രിസിയേഷൻ ജനറലി ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെ, മീൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ സിങ്കിങ് ഫണ്ടും ടാക്സസും ലോസ് ഓഫ് റെന്റ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരും ഔട്ട് ഗോയിങ്ങിൽ. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നതാണ് ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത്. പക്ഷേ ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന് സ്വന്തം തന്നെ വാല്യൂ അങ്ങ് കുറയുന്നതാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന് വാല്യൂ കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, which dam is constructed to store water during floods and release it gradually at a safe rate when the flood recedes? Option A storage dam, option B diversion dam, option C rigid dam, option D detention dam. അപ്പോൾ ഏതാണ്? ഡീറ്റൻഷൻ ഡാം ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ബാരിയർ വിത്ത് ലോ ക്രസ്റ്റ് പ്രൊവൈഡഡ് വിത്ത് എ സീരീസ് ഓഫ് ഗേറ്റ്സ് അക്രോസ് ദ റിവർ ഈസ് എ ബാരേജ്, വിയർ, ഡാം, ഓൾ ദി അബോവ്. ഏതാണ്? ഗേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാരേജ് ആണ്. ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബാരേജും അതുപോലെ വിയർ ഒക്കെയുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബാരേജിന് ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗേറ്റ് എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗേറ്റ് എന്ന് പറയുന്ന ടേമിലാണ് ആൻസർ കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the axis of head regulator usually makes an angle with the axis of wear is 30 to 60 degree, 60 to 90 degree, 90 to 120 degree, 120 to 180 degree. ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 90 to 120 ഡിഗ്രി ആണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇനിയും നോട്ട് ചെയ്ത് വെക്കുക. ഇറിഗേഷനിൽ ഈ ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ലൈൻഡ് കനാൽ ആസ് പെർ ISI പ്രകാരം ഒരു ലൈൻഡ് കനാലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരു ISRO എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ദ ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ബാങ്ക് ആൻഡ് ദ സപ്ലൈ ലെവൽ ഇൻ കനാൽ. ടോപ്പ് ഓഫ് ദ ബാങ്കും സപ്ലൈ ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഫ്രീ ബോർഡ് എന്ന് വിളിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിസ്കോസിറ്റി, the reciprocal of compressibility is known as Young's modulus, expansion index, bulk modulus, compression index. ഏതാണ്? reciprocal of compressibility എന്ന് പറഞ്ഞാൽ bulk modulus ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്രിവെന്റ്സ് ദ പെൻസ്റ്റോക്ക് ഫ്രം വാട്ടർ ഹാമർ ഫിനോമിന? ഈ FM എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പുതുതായിട്ടൊന്നും ഇല്ല കേട്ടോ. വാൽസ് ആൻഡ് ഗേറ്റ്സ്, ഡ്രാഫ്റ്റ് ട്യൂബ്, സ്പിൽവേ, സർജ് ടാങ്ക്. ഏതാണ്? സർജ് ടാങ്ക് ആണ് നമ്മൾ വാട്ടർ ഹാമർ പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റുകളെ നമ്മൾ പറയുന്ന പേരെന്താ? ഓപ്ഷൻ സി ആണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. Then the three sides of a triangle are not equal. Such a triangle is known as. Option D, scalene triangle. അടുത്തതൊരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഹൂസ് ബേസ് ആൻഡ് ഹൈറ്റ് ആർ 10 centimeters and 3.5 centimeters respectively. Option A 17.5 centimeters, option B 18.5 centimeters, ഓപ്ഷൻ സി 19.5 centimeters, ഓപ്ഷൻ ഡി 35 centimeters. എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക? ഹാഫ് BH എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്, 10ഉം 3.5 ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറിലേക്ക് എത്തുമ്പോൾ 17.5 centimeters സ്ക്വയർ ആണ് ഏരിയ വരിക. യൂണിറ്റിൽ സ്ക്വയർ ഇല്ല. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് R ഈസ് πr, 2πr, πr സ്ക്വയർ, πr ക്യൂബ്. ഏതാണ്? 2πr ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 85th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സൈഡ് ഓഫ് എ ക്യൂബ് ഇഫ് ഇറ്റ് സർഫസ് ഏരിയ ഈസ് 216 meter സ്ക്വയർ. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് സൈഡും അതേപോലെ തന്നെ
ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്യൂബിന്റെ സൈഡ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 216 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൈഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സർഫസ് ഏരിയ, ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 6x² ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 216 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ s² എന്ന് പറയുന്നത് എന്ത് വരും? 216 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അതായത് 36 ആണ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് √36, ദാറ്റ് ഇസ് 6 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക. അതായത് ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6x² ആണ് എന്നുള്ള, അല്ലെങ്കിൽ 6a². അങ്ങനെ ആ ഒരു ഇക്വേഷൻ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ 6 സെന്റിമീറ്റർ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ ഉണ്ട് നമ്മൾ മാർക്ക് ചെയ്തതിൽ. 16th ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. കറക്റ്റ് ആൻസർ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 0.84 മൈൽസ്, ഓപ്ഷൻ ബി 0.50 മൈൽസ്, ഓപ്ഷൻ സി 1.6 മൈൽസ്, ഓപ്ഷൻ ഡി 0.62 മൈൽസ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 0.62 മൈലാണ്. അതേപോലെ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത് 62 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ഈസ് കോൾഡ് ലാറ്ററൽ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ, പോയ്സൺസ് റേഷ്യോ. എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി വരും, ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് മെറ്റീരിയൽ ടു ഒറിജിനൽ ലെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ദ ഇൻപുട്ട് ഓഫ് മെഷീൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി റേഷ്യോ, പവർ, എഫിഷ്യൻസി. എന്താണ്? എപ്പോഴും ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എഫിഷ്യൻസി ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആൻസർ തന്നെയാണ്. ഓപ്ഷൻ ഡി എഫിഷ്യൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? വെലോസിറ്റി എന്ന് വിളിക്കാറുള്ളത് അല്ലേ. ദെൻ കപ്പാസിറ്റി ടു ഡു വർക്ക്, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എനർജി. ഇതൊക്കെ ഡെഫിനീഷൻസ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. കപ്പാസിറ്റി ടു ഡു എ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എനർജി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then the friction experienced by a body when it is in motion. മോഷനിൽ ആയിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ പ്രകാരം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണല്ലേ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് P and Q acting at an angle theta is. ഇതിന്റെ പ്രോബ്ലം ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. ഇപ്രാവശ്യം ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. p² + q² + 2pq sin theta, p² + q² + 2pq cos theta, √p² + q² + 2pq sin theta, √p² + q² + 2pq cos theta. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, √p² + q² + 2pq cos theta. അടുത്തത് കുറച്ച് ഓട്ടോക്യാഡ് എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഓട്ടോക്യാഡെന്നും ഇതുപോലെ തന്നെ ഫംഗ്ഷണൽ കീസും ടൂൾ ബാസും ഇപ്രാവശ്യം കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീ സ്ട്രോക്ക് കൺട്രോൾ + y ഈസ് ഡാഷ് ഇൻ ഓട്ടോക്യാഡ്, അൺഡു, റിഡു, പോളാർ ട്രാക്കിംഗ്, ഓണർ ഓഫ്, കട്ട്. കൺട്രോൾ + y എന്ന് പറഞ്ഞാൽ റീഡു ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഓട്ടോക്യാഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വിച്ച് സ്റ്റേറ്റ് ഗ്രിഡേഴ്സ് യൂസ്ഡ് ടു ഡിസൈൻ പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രിഡ് ഏതാണെന്നുള്ളതാണ്. ഐസോമെട്രിക് ഗ്രിഡ് ആണ് നമ്മൾ ഓട്ടോക്യാഡിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് കീ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓട്ടോക്യാഡിൽ നിന്ന് എപ്പോഴും ഷോർട്ട് കീസ് എന്നുള്ള ഒരു ചോദ്യം പതിവാണ്. വാട്ട് ഈസ് ദ കീ സ്ട്രോക്ക് യൂസ്ഡ് ഫോർ ഇറേസ് കമാൻഡ്. ഇറേസ് കമാൻഡ് ഇവിടെ തെറ്റിക്കാൻ വേണ്ടി ER ES എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഇറേസ് എന്ന് പറയുന്ന കമാൻഡിന്റെ ഷോർട്ട് കീ ഇ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്രേക്ക് കമാൻഡ് അല്ലെ. ബ്രേക്ക് കമാൻഡ് എന്തിനു വേണ്ടി, ഏതാണ് ബ്രേക്ക് കമാൻഡിന്റെ ഷോർട്ട് കീ എന്നുള്ളതാണ്. ബി തന്നിട്ടുണ്ട്, BR ഉണ്ട്, BS ഉണ്ട്, EX ഉണ്ട്. ബ്രേക്ക് കമാൻഡിന് നമ്മൾ കൊടുക്കുന്നത് BR ആണ്. ഓപ്ഷൻ ബി BR ആണ്. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കേട്ടോ. ഫ്രം വിച്ച് മെനു ബാർ ഡു യു ഗെറ്റ് ലൈൻ കമാൻഡ്? ഓപ്ഷൻ എ ലേഔട്ട്, ഓപ്ഷൻ ബി മോഡിഫൈ, ഓപ്ഷൻ സി ഡ്രോ, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. എവിടെ നിന്നാണ് നമുക്ക് ലൈൻ കമാൻഡ് കിട്ടുന്നത്? ലൈന്, സർക്കിള്, എലിപ്സ് അതൊക്കെ വരയ്ക്കാനുള്ളത് നമ്മൾക്ക് ഡ്രോ കമാൻഡ് അല്ലെങ്കിൽ
ഡ്രോ ടൂൾ ബാർ എന്നാണ് നമുക്ക് കിട്ടുക. ഈ കമാൻഡ്സ് അവൈലബിൾ ആവുന്ന ഡ്രോ ടൂൾ ബാർ ആണ്. ലൈൻ ഉണ്ടാവും, പോളിലൈൻ ഉണ്ടാവും, അതൊക്കെ ഡ്രോ ടൂൾ ബാർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഓപ്ഷൻ ഫോർ ഡ്രോയിങ് സർക്കിൾ? അതായത് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ടാൻജൻറ്റ് വെച്ചിട്ടും സെൻറ്റർ പോയിന്റ് വെച്ചിട്ടൊക്കെയാണ് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3 points, ഓപ്ഷൻ ബി ടാൻ സെൻറ്റർ, ഓപ്ഷൻ സി ടാൻ റേഡിയസ്, ഓപ്ഷൻ ഡി ടാൻ. അതായത് 3 ടാൻജൻറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നതിനാണ് ഈ ടാൻ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഓട്ടോക്യാഡിൽ യൂസ് ചെയ്യാത്തത് ആരാന്ന് ചോദിച്ചാൽ ടാൻ സെൻറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഓക്കെ, നമ്മൾ അവസാനത്തെ 2 ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 99th ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഡയലോഗ് ബോക്സ് കണ്ടെയ്ൻസ് പ്രിവ്യൂ കമാൻഡ്? ഇതിൽ പ്രിവ്യൂ കമാൻഡ് ഉള്ളത് ഏത് കമാൻഡ് ഡയലോഗ് ബോക്സിലാണ് എന്നുള്ളതാണ്. നമ്മൾ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ പ്ലോട്ട് ആയിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കൂടുതൽ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ പ്രൊവിഷണൽ കീ വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ആൻസർ കൺഫേം ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രിന്റ് കമാൻഡിന്റെ ഷോർട്ട് കീ എന്താണെന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. Ctrl+P അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. സോ Ctrl+P ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ടാൻ അല്ലേ ആൻസർ എന്ന് ചോദിക്കുന്നുണ്ട്. 3 ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അതല്ല ആൻസർ കേട്ടോ. 3 ടാൻജൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 3 ടാൻജൻറ്റ് ആണ് ടാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം പല ഗ്രൂപ്പുകളിലും പോളൊക്കെ നടത്തുമല്ലോ. അപ്പോൾ പോളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വരും എന്ന് മനസ്സിലാവും. ഓക്കെ, സെറ്റാണോ? കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസർ കീയിൽ പ്രൊവിഷണൽ കീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ചസ് വരാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഈ എക്സാം കഴിഞ്ഞപ്പോൾ അല്ലേ മിസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു എക്സാം ആണിത്. കാരണം ഒരു 60% മുകളിൽ തന്നെയും പ്രീവിയസ് ഇയർ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 60 എന്നും പറഞ്ഞുകൂടാ, ഒരു 90% അത് തന്നെയാണ്. പുതുതായിട്ട് ഒരു 10% അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക. 80 to 85 കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുറച്ച് ടേബിളിലുള്ള വാല്യൂസ് അതിപ്പം തുടർച്ചയായിട്ട് അങ്ങനത്തെ ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അത് സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും എസ്റ്റിമേഷനിൽ നിന്നുള്ള അത്തരത്തിലുള്ള ടേബിൾസ് നമ്മൾ ഇനി പഠിച്ചിട്ട് എക്സാമിന് പോകാനായിട്ട് പാടുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നമ്മുടെ എക്സാമിനെ ടഫാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഓർമ്മയിൽ അധികം നിൽക്കാതിരിക്കുന്ന കാര്യങ്ങൾ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ നിമി കൂടെ കൊണ്ടുപോയി പഠിക്കുക. നിമി നിർബന്ധമായിട്ടും പഠിക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും നിമിയിലെ ടേബിളുകൾ വെറുതെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിമി ഫൈറ്റർ സീരീസ് ഇന്ന് വൈകിട്ടും ഉണ്ട്. ബുധനാഴ്ചകളിലാണ് നമ്മൾ നിമി ഫൈറ്റർ സീരീസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. നമ്മുടെ ഫ്രീ ഫോക്കസ് ബാച്ചിലൂടെയാണ് അല്ലെ നിമി ഫൈറ്റർ സീരീസ് പോകുന്നത്. അപ്പൊ നമ്മൾ നിമിയിലുള്ള ചോദ്യങ്ങളാണ് അതിലൂടെ പരിചയപ്പെടുത്താറുള്ളത്. ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിമി ഫൈറ്റർ എന്തായാലും എല്ലാവരും വരിക. എന്താന്ന് വെച്ചാൽ നിമി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ആവുള്ളൂ. അപ്പം നിമി ഫൈറ്ററിലേക്ക് വരിക, ഫോക്കസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എവിടെ ക്വസ്റ്റ്യൻസ് കണ്ടാലും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാലും വെറുതെങ്കിലും ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും നിമി നന്നായിട്ട് പരിചയപ്പെടുക. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ മിസ്സേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി നിമി ഫൈറ്റർ സീരീസ് ആയിട്ടും നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് എല്ലാവരെയും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.